ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. നാം ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണല്ലോ ജീവിക്കുന്നത്. പരസ്പരം കാണുവാനോ കൂട്ടുകാരുമൊത്ത് കളിക്കുവാനോ സാധിക്കുന്നില്ല. അതിനു പകരമായി ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് പഠനം, അല്ലേ? നിങ്ങൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ് കാണുന്നുണ്ടോ? പഠന പ്രവർത്തനങ്ങൾ എല്ലാവരും കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ, അല്ലേ? നമ്മുടെ പ്രവൃത്തി പഠന എന്ന വിഷയത്തിലെ ആദ്യ യൂണിറ്റിലെ ആഹാരവും കൃഷിയെയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞു, അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് ആദ്യ യൂണിറ്റിൽ പഠിച്ചത്? ഓർക്കുന്നോ? സലാഡ് നിർമ്മാണം. എല്ലാരും സലാഡ് ഉണ്ടാക്കി നോക്കിയോ? പിന്നെന്തു പഠിച്ചു? മക്കളൊന്ന് പറഞ്ഞേ. പച്ചക്കറിയിലെ വിഷാംശം നീക്കം ചെയ്തതിനെ കുറിച്ച് പഠിച്ചു. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റിലെ ആരോഗ്യവും ആരോഗ്യപരിപാലനവും എന്ന മേഖലയെ കുറിച്ചാണ്. ഇതിൽ ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ദൗർലഭ്യം മനസ്സിലാക്കുന്നു. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത, ക്ലോറിനേഷൻ, കൊതുക് നിവാരണം എന്നിവ ചെയ്യുന്ന വിധമാണ് നമ്മൾ ആരോഗ്യവും ആരോഗ്യപരിപാലന എന്ന മേഖലയിൽ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് മഴക്കാലത്താണ്, അല്ലേ? മഴക്കാലം കൂടുതലായും ശ്രദ്ധിക്കേണ്ട കാലമാണ്. ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ അപകടകാരികളാണ് മഴക്കാല രോഗങ്ങൾ. ഈ രോഗങ്ങളൊക്കെ പകരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വൃത്തിഹീനമായ ആഹാരവും വെള്ളവും ഒഴിവാക്കുക. ആഹാരം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ കൈകൾ നന്നായി കഴുകുക. ആഹാര സാധനങ്ങൾ ഒരിക്കലും തുറന്നു വെക്കരുത്. ഈച്ചകൾ പെരുകാനുള്ള മലിനമായ സാഹചര്യം ഒഴിവാക്കുക. രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധാരാളം വെള്ളം കുടിക്കണം. എന്തൊക്കെയാണ്? വൃത്തിഹീനമായ ആഹാരവും വെള്ളവും ഒഴിവാക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ നന്നായി കഴുകുക. ആഹാര സാധനങ്ങൾ ഒരിക്കലും തുറന്നു വെക്കരുത്. ഈച്ചകൾ പെരുകാനുള്ള മലിനമായ സാഹചര്യം ഒഴിവാക്കുക. രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം വെള്ളം കുടിക്കണം. മഴക്കാല രോഗങ്ങൾ എല്ലാം തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് കുഞ്ഞുങ്ങൾക്കറിയാമോ? ഡെങ്കിപ്പനി, മലമ്പനി, മഞ്ഞപ്പിത്തം, മന്ത്, ചിക്കൻ ഗുനിയ, വൈറൽ പനി, ടൈഫോയിഡ് എന്നിവയാണ്. ഏതൊക്കെയാ? ഡെങ്കിപ്പനി, മലമ്പനി, മഞ്ഞപ്പിത്തം, മന്ത്, ചിക്കൻ ഗുനിയ, വൈറൽ പനി, ടൈഫോയിഡ് എന്നിവയാണ്. ഈ രോഗങ്ങളൊക്കെ ആരാ പകർത്തുന്നത്? ഈ രോഗങ്ങളൊക്കെ കൊതുകിൽ നിന്നാണ് നമുക്ക് പകർന്നുണ്ടാകുന്നത്, അല്ലേ? ഈ പകർച്ചപ്പനികളൊക്കെ ഏതിനത്തിൽപ്പെട്ട കൊതുകിൽ നിന്നാണ്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾക്കൊന്ന് നോക്കിയാലോ? ഡെങ്കിപ്പനി. ഈഡിസ് കൊതുകാണ് ഈ രോഗം പരത്തുന്നത്. ഏത് കൊതുകാണ്? ഈഡിസ് കൊതുകാണ് ഈ രോഗം പരത്തുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, ശരീരത്തിലെ നിറം മാറ്റം, രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. എങ്ങനെയാ? പനി, ശരീരത്തിലെ നിറം മാറ്റം, രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി അടുത്തത് മലമ്പനിയാണ്. മലമ്പനി പകർത്തുന്നത് ഏത് കൊതുകാണ്? കുഞ്ഞുങ്ങൾക്കറിയാമോ? അനോഫീലസ് കൊതുക്. ഏതാ? അനോഫീലസ് കൊതുക്. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ രോഗം പകർത്തുന്ന കൊതുകിന്റെ കടിയേറ്റാൽ 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. എങ്ങനെയാ? 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. ചെറിയ തണുപ്പാണ് ഇതിന്റെ ആദ്യ ലക്ഷണം. പിന്നെ അത് വിറയലായി മാറും. എങ്ങനെയാ? ചെറിയ തണുപ്പാണ് ഇതിന്റെ ആദ്യ ലക്ഷണം. പിന്നെ അത് വിറയലായി മാറും. ഇനിയും അടുത്തത് ഏതാണ്?
മഞ്ഞപ്പിത്തം. മലിനമായ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് ഇത് പകരുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? കണ്ണിന് മഞ്ഞ നിറം, ആഹാരത്തോട് വെറുപ്പ്, മൂത്രത്തിന് നിറവ്യത്യാസം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഏതൊക്കെയാ? കണ്ണിന് മഞ്ഞ നിറം, ആഹാരത്തോട് വെറുപ്പ്, മൂത്രത്തിന് നിറവ്യത്യാസം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി അടുത്തത് ഏതാണ്? ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയയും മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ്. കുട്ടികളിലും പ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണ് ചിക്കൻ ഗുനിയ രോഗികളെ കണ്ടെത്താറുള്ളത്. ഇനിയും അടുത്തത് ഏതാണ്? വൈറൽ പനി. എളുപ്പം പടർന്നു പിടിക്കുന്ന ഒരു പനിയാണ് വൈറൽ പനി. ശരീരവേദന, ജലദോഷം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. എന്തൊക്കെയാണ്? ശരീരവേദന, ജലദോഷം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ മഴക്കാല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കിയാലോ? കുടിക്കുവാൻ തിളപ്പിച്ചാറിച്ച വെള്ളം ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ശീലമാക്കുക, കൂടാതെ ആഹാര സാധനങ്ങൾ കഴുകി ഉപയോഗിക്കുന്നതിലൂടെയും അടച്ചുവെച്ചും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുന്നതും രോഗത്തെ പ്രതിരോധിക്കാവുന്നതാണ്. ഇവയ്ക്ക് പുറമെ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ കൊതുക് വല, നീളമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും രോഗത്തെ തടയാൻ മുൻകരുതലുകളായി സ്വീകരിക്കാവുന്നതാണ്. മഴക്കാലത്ത് കുട, റെയിൻകോട്ട്, ഷൂ എന്നിവ നിർബന്ധമാക്കുക. പിന്നെയോ നമ്മുടെ ശരീരം, വസ്ത്രം, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെയോ വെള്ളം കെട്ടി നിൽക്കുന്നത് നശിപ്പിക്കുക. കൊതുക് മുട്ടയിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള അവസരം ഒരുക്കി കൊടുക്കാതിരിക്കുക. പിന്നെയോ തോട്ടിലും അഴുക്കുവെള്ളത്തിലും കുളിക്കുന്നതും കാൽ കഴുകുന്നതും ഒഴിവാക്കുക. വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ, ടാങ്കുകൾ തുടങ്ങിയവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുക് അടക്കാത്ത വിധം ഇവ അടച്ചു വയ്ക്കുക. വീടിന്റെ ടെറസും സൺഷെയ്ഡും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവ ആഴ്ചയിലൊരിക്കൽ ഒഴുക്കിക്കളയുക. പിന്നെയോ നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റിന്റെ ഔട്ട്ലെറ്റ് പൈപ്പ് കൊതുകുവല സ്ഥാപിക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പും പുറത്തു പോയി വരുന്നതിന് മുമ്പും ശൗചാലയം ഉപയോഗിച്ച ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകുക. ഇങ്ങനെയുള്ള മുൻകരുതലുകൾ അത്യാവശ്യമായും നമ്മൾ ചെയ്യണം. നമ്മളുടെ ആരോഗ്യത്തിന്റെ കാര്യം നമ്മളുടെ കയ്യിലാണെന്ന ഉത്തരവാദിത്തം മറക്കരുത്. ഇതുപോലെ തന്നെ പ്രധാനമായും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ ജലസ്രോതസ്സായ കിണർ. എല്ലാവരുടെയും വീട്ടിൽ കിണറുണ്ടല്ലോ. ഉണ്ട്. ആ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാറുണ്ടോ? ഉണ്ട്. എങ്ങനെയാ കിണർ ശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എങ്ങനെയാ? ക്ലോറിനേറ്റ് ചെയ്യും അല്ലേ? എന്ത് ചെയ്യും? ക്ലോറിനേറ്റ് ചെയ്യും. എങ്ങനെയാ ക്ലോറിനേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ? ക്ലോറിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ടീച്ചറിനെയും പറയുന്നത്. നമ്മുടെ കിണർ മാസത്തിലൊരിക്കൽ ക്ലോറിനേഷൻ ചെയ്യണം. ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളത്തിൽ കൂടി പകർച്ചവ്യാധി രോഗങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പകർച്ചവ്യാധി രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മാസത്തിലൊരിക്കൽ കിണർ ക്ലോറിനേഷൻ ചെയ്യണം. നിങ്ങൾക്കറിയാമോ ക്ലോറിനേഷൻ എപ്പോഴാണ് ചെയ്യേണ്ടത്? രാത്രി കാലങ്ങളിലാണ് ക്ലോറിനേഷൻ ചെയ്യേണ്ടത്. എപ്പോഴാണ്? രാത്രി കാലങ്ങളിലാണ് ക്ലോറിനേഷൻ ചെയ്യുന്നത്. ക്ലോറിനേഷൻ ചെയ്യാൻ എന്തെല്ലാം സാധന സാമഗ്രികൾ വേണം? ബ്ലീച്ചിങ് പൗഡർ, തീപ്പെട്ടിക്കൂട്, ബക്കറ്റ്, തവി, വെള്ളം മുതലായവ. എന്തൊക്കെയാണ്? ബ്ലീച്ചിങ് പൗഡർ, തീപ്പെട്ടിക്കൂട്, ബക്കറ്റ്, തവി, വെള്ളം മുതലായവ. ബ്ലീച്ചിങ് പൗഡർ പൂർണ്ണമായും വെള്ളത്തിൽ ലയിപ്പിക്കണം.
ബ്ലീച്ചിങ് പൗഡർ ഒരു തീപ്പെട്ടിക്കൂട് അളവിൽ വേണം എടുക്കാൻ. അതായത് ഒരു റിങ് ജലത്തിന് ഒരു തീപ്പെട്ടിക്കൂട് അളവിലാണ് ഇത് കലർത്തേണ്ടത്. ആദ്യം ഒരു തീപ്പെട്ടിക്കൂട് അളവിൽ ബ്ലീച്ചിങ് പൗഡർ എടുത്ത് ബക്കറ്റിലെ വെള്ളത്തിൽ കലർത്തുക. കലർത്തിൽ കഴിയുമ്പോൾ ആ വെള്ളം പാൽ നിറം പോലെയാകും. 1 മണിക്കൂർ കഴിയുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ അടിഞ്ഞ് കഴിഞ്ഞ് ആ തെളിവെള്ളമാണ് നമ്മൾ കിണറ്റിലേക്ക് ഒഴിക്കേണ്ടത്. ക്ലോറിനേഷൻ എങ്ങനെയാ ചെയ്തെന്ന് നോക്കാം. ആദ്യം ഒരു തീപ്പെട്ടിക്കൂട് അളവിൽ ബ്ലീച്ചിങ് പൗഡർ എടുക്കുക. കണ്ടോ? എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഈ തീപ്പെട്ടിക്കൂട് അളവിലുള്ള ബ്ലീച്ചിങ് പൗഡർ ഈ വെള്ളത്തിലോട്ട് കലർത്തണം. കലർത്തി ഇതിനെ നല്ലതുപോലെ ഇളക്കണം. ബ്ലീച്ചിങ് പൗഡറിന്റെ തരിയൊക്കെ പൊങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനെ നല്ലതുവണ്ണം കലർത്തി ഇളക്കി എടുക്കണം. കൂട്ടുകാർ നോക്കിയേ, കണ്ടോ? ഇതിനെ നല്ലവണ്ണം ജലത്തിൽ ലയിപ്പിച്ച് അതിനുശേഷം ഈ ഇരിക്കുന്ന വെള്ളത്തിലോട്ട് അരിച്ച് ഒഴിക്കുക. അരിച്ചൊഴിക്കുന്നത് എന്തിനാണെന്നറിയാവോ? അരിച്ചൊഴിച്ചില്ലെങ്കിൽ ഈ ബ്ലീച്ചിങ് പൗഡറിലെ തരിയെല്ലാം വെള്ളത്തിലോട്ട് ആകും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അരിച്ചൊഴിക്കുന്നത്. നല്ലതുപോലെ അരിച്ചതിന് ശേഷം കണ്ടോ, ഈ വെള്ളം പാൽ നിറം പോലെയാകും. കണ്ടല്ലോ? ഇതിനി 1 മണിക്കൂർ അടിയാൻ വേണ്ടി വെച്ചിരിക്കുക. കലക്കിയ ശേഷം ഇത് അരിച്ച് ഈ തെളിനീര് എങ്ങനെ ഒഴിക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മൾക്ക് നോക്കിക്കേ എല്ലാവരും. സാവകാശം നമ്മൾ ഇത് കിണറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നോക്കിക്കേ, സാവധാനം കിണറ്റിലേക്ക് ഒഴിക്കുക. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. ക്ലോറിനേഷൻ ചെയ്ത ഉടനെ ആ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ബ്ലീച്ചിങ് പൗഡറിന് വീര്യം കൂടുതലാണ്. എന്താ? ബ്ലീച്ചിങ് പൗഡറിന് വീര്യം കൂടുതലാണ്. വെള്ളത്തിന് രുചി വ്യത്യാസം ഉണ്ടാകും. ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായി ലഭിക്കും. കടകളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാനും സാധിക്കും. ശുദ്ധിയില്ലാത്ത കുടിവെള്ളമാണ് മഴക്കാല രോഗങ്ങൾ ഉണ്ടാകാനുള്ള മുഖ്യ കാരണം. ഒരു ചെറിയ രോഗമാണെങ്കിൽ പോലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരാനുള്ള സമയമാണിത്. മലിനമായ ജലവും ഉയർന്ന ജലസാന്ദ്രത എന്നിവ എല്ലാ രോഗപകർച്ചയ്ക്കും കാരണമാകും. ഇന്ന് നമ്മൾ ചെയ്ത പ്രവർത്തനം ക്ലോറിനേഷനും കൊതുക് നിവാരണ മാർഗങ്ങളുമാണ്. ടീച്ചർ പഠിപ്പിച്ച ഈ പ്രവർത്തനം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായോ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ കിണർ മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗിക്കണം. ഇതിലൂടെ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുകയും രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും നല്ല ആരോഗ്യം ലഭിക്കുവാനും സാധിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ പ്രവർത്തനം ചെയ്തതിന് ശേഷം വർക്ക് ഡയറി എഴുതി തയ്യാറാക്കണം. നമുക്ക് വീണ്ടും ഒരു പ്രവർത്തനവുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.